അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇസ്ലാമിക ഖിലാഫത്തിലെ രണ്ടാമത്തെ ഭരണാധികാരി മഹാനായ ഉമർ തങ്ങളെക്കുറിച്ച് ഒരു കഥ കേട്ട് കാണണം. അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് തൻ്റെ ഓരോ പൗരന്മാരുടെയും നീതിയും ക്ഷേമവും അന്വേഷിച്ച് നടക്കുന്ന ഒരു ബൃഹത്തായ ഭരണാധികാരി. മംലൂക്ക് രാജവംശത്തിലെ പ്രധാനിയായിരുന്ന സുൽത്താന റസിയ വരെ ഇതേ സംഭവത്തിന് പേരിൽ നമുക്ക് പരിചിതമായിരിക്കണം. എന്തുകൊണ്ടായിരിക്കും മുസ്ലിം ഭരണാധികാരികൾ ഓരോരുത്തരും നീതി എന്ന സങ്കല്പത്തെ ഇത്രയും കൃത്യമായി ഉയർത്തിപ്പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവുക? എന്തിന്? യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് അന്യായമായൊരു നായ പോലും ചത്തുപോയാൽ ഞാൻ നാളെ മഹ്ശറയിൽ അതിന് മറുപടി പറയേണ്ടി വരില്ലേ എന്നൊരു ഭരണാധികാരി ചിന്തിക്കുന്ന വിധത്തിൽ എങ്ങനെയാണ് ഇസ്ലാം ആ സങ്കല്പത്തെ, ഉത്തരവാദിത്വം എന്ന ബോധത്തെ രൂപപ്പെടുത്തിയെടുത്തത്? കൃത്യമായും അത് നടപ്പിലാക്കേണ്ട നീതി എന്ന സങ്കല്പത്തെ രൂപപ്പെടുത്തിയെടുത്തത്. സൂറത്ത് നിസായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുന്നത് പോലെ, നീതി അത് നിങ്ങൾക്കെതിരെയാണെങ്കിൽ കൂടി ഉനു കവ്വാമൂന ബിൽ ഖിസ്ത് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. നീതിയോടൊപ്പം ഉറച്ചു നിൽക്കാൻ. മാത്രമല്ല, ആധുനിക മൂല്യങ്ങൾ നാം അറിയാതെ പോലും നമ്മെ സ്വാധീനിക്കുമ്പോൾ നാം മറന്നുപോയ ചില മൂല്യങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം ഉറപ്പാക്കേണ്ടതുണ്ട്. കൃത്യമായി പറഞ്ഞാൽ, നാളെ മഹ്ശറയിൽ ആരുടെ തണലും ലഭിക്കാതെ അറശിൻ്റെ തണൽ മാത്രം ലഭിക്കുന്നൊരു സമയത്ത് ഇമാമുൻ ആദിലുൻ എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണുമ്പോൾ, ആ ഇമാമുൻ ആദിലുൻ എന്നതിൽ കേവലം ഒരു ഭരണാധികാരിക്ക് അപ്പുറത്ത് ഒരു സംഘടനയുടെ നായകനാവട്ടെ, എന്തിനൊരു ക്ലാസ് ലീഡർ പോലും ആവുമ്പോൾ അവൻ ഉത്തരവാദിത്തമുണ്ട്. നീതിപൂർവം ആ ഉത്തരവാദിത്തം പൂർത്തിയാക്കിയാൽ അവനും അറശിൻ്റെ തണൽ ലഭിക്കുന്ന ആ കൂട്ടരിൽ പെടുന്നു എന്നതാണ് ഇസ്ലാമിൻ്റെ വിശാലമായ സങ്കല്പം. ഇത്രയും സുന്ദരമാണ് വിശുദ്ധ ഇസ്ലാം.